നമസ്കാരം. ഒരു നിമിഷം നമുക്കൊരു പഴയ കാലത്തിലേക്ക് പോകാം. 1947 ഗാന്ധിജി ട്രെയിനിന്റെ തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ മാത്രം സഞ്ചരിക്കുന്നയാൾ. സാധാരണ രീതിയിൽ ഒരു ദരിദ്രനെ പോലെ ജീവിക്കുന്നയാൾ. അദ്ദേഹത്തിന്റെ ജീവിത രീതി കണ്ട് സരോജിനി നായിഡു ഇങ്ങനെ പറഞ്ഞത്രേ: ഗാന്ധിജിയെ ദരിദ്രനായി നിലനിർത്താനാണ് രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ചിലവ്. അദ്ദേഹം പണക്കാരനെ പോലെ ജീവിച്ചിരുന്നെങ്കിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. സരോജിനി നായിഡുവിന്റെ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. ഗാന്ധിജിയെ ദരിദ്രനായി നിലനിർത്താനായിരുന്നു പാട്. അതുപോലെയാണ് ചില നേതാക്കൾ കമ്മ്യൂണിസ്റ്റുകാരായി അഭിനയിച്ച് നിലനിൽക്കാൻ പെടാപ്പാടുപെടുന്നത്. അത് ഞാനല്ല പറഞ്ഞത്, സന്ദീപ് വാര്യറാണ്. ആ പോസ്റ്റിലേക്ക് വരാം. അതിനു മുമ്പ് അതിന്റെ സാഹചര്യം ഒന്ന് പറയാം. ഇന്ന് ഓരോരുത്തരും ക്യാമറാമാൻമാരാണ്. 99% ആളുകളുടെ കയ്യിലും നല്ല ഫോണുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരും ക്യാമറാമാൻമാരാണ്. ഏത് സന്ദർഭവും നിറം കെടാതെ ഒപ്പിയെടുക്കും. അതുപോലെ ഓരോരുത്തരും ഓരോ ചാനലാണ്. പണ്ട് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ നിറയെയുണ്ട്, ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ ചാനലാണ്. ഒരിടത്തും ആരെയും ഒന്നും വിളിക്കാൻ കഴിയില്ല. വിശ്വാസങ്ങൾ ഓരോരുത്തരുടെയും സ്വന്തം അവകാശമാണ്. അതിലാരും ഇടപെടുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ ജനം ചോദിക്കും. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുന്നു. തെറ്റൊന്നുമല്ല. പക്ഷേ അത് ചിത്രീകരിക്കാൻ ശ്രമിച്ച പ്രാദേശിക ചാനലുകാരെയും സാധാരണക്കാരെയും ഒക്കെ സെക്യൂരിറ്റിക്കാർ പിടിച്ചുമാറ്റി. അവരോട് ദേഷ്യപ്പെട്ടു. അവരോട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം, നിങ്ങൾ ക്യാമറയിലെടുത്ത ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അത് കൂടുതൽ വാർത്തയായി. ആ വാർത്ത സമൂഹത്തിൽ പരന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു പരിഹാസച്ചിരി. ആ പരിഹാസച്ചിരി ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് അവിശ്വാസികളിലാണ്. അവിശ്വാസികളെ അങ്ങനെ നിലനിർത്താൻ ഒരുപാട് വിശ്വാസം വേണം എന്ന് സരോജിനി നായിഡു പറഞ്ഞ വാചകത്തെ ഒന്ന് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ അവിശ്വാസികളായി നിലനിൽക്കാൻ ശ്രമിക്കുന്നു, ഉള്ളിൽ വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ. നമ്മൾ സ്വാശ്രയ കോളേജുകളെ എതിർക്കുന്നു, സ്വന്തം മക്കളെ സ്വാശ്രയ കോളേജുകളിലേക്കും വിദേശത്തെ സ്വാശ്രയ കോളേജുകളിലേക്കും പഠിക്കാൻ അയച്ചുകൊണ്ട്. ജനത്തെ പറ്റിച്ച് സ്വന്തം കുടുംബം വളർത്തുന്നു, ജനത്തെ പറ്റിച്ച് സ്വന്തം മക്കളെ വലിയവരാക്കുന്നു. ഇവിടെ താഴെത്തട്ടിൽ കിടന്ന് ഇൻകിലാബ് വിളിക്കുന്നവൻ അതിനു മാത്രം വിധിക്കപ്പെട്ടവനാകുന്നു. അവൻ കൊടിപിടിക്കുന്നു, വെടിയേറ്റ് വാങ്ങുന്നു, മരിക്കുന്നു. ജീവശവമായി ദിവസങ്ങളോളം അല്ല വർഷങ്ങളോളം കിടന്ന് അവസാനം പാർട്ടിക്കും നാട്ടിനും വേണ്ടാതെ ഇല്ലാതാകുന്നു. നേതാവ് പറഞ്ഞതനുസരിച്ച് സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഉഗ്രമായി സമരം ചെയ്യുന്നു, മന്ത്രിയെ ചെറുക്കുന്നു, വെടിയേറ്റ് വാങ്ങുന്നു, രക്തസാക്ഷിയാകുന്നു. ചിലർ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാകുന്നു. കാലങ്ങളോളം അനങ്ങാൻ കഴിയാതെ ജീവച്ഛവമായി കിടക്കുന്നു. അവന്റെ ചുറ്റും നിന്ന് നൃത്തം ചെയ്യുന്നു, പാട്ടുപാടുന്നു. അങ്ങനെ ഒരു ആദർശം പുറമേ പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ എതിർ രീതിയിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി നടപ്പാക്കുന്ന അവസ്ഥ. ഇതിനെക്കുറിച്ച് സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ കുറിക്കുന്നു: പ്രമുഖ CPM നേതാക്കളുടെ മക്കൾ എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. കാടാമ്പുഴയിൽ പോകുന്നു, ഗുരുവായൂരിൽ പോകുന്നു, ശബരിമലയിൽ പോകുന്നു. മാത്രമല്ല പ്രമുഖ നേതാക്കളുടെ മക്കൾ എല്ലാവരും സ്വാശ്രയ വിദേശ വിദ്യാഭ്യാസം നേടിയവരും ബാംഗ്ലൂരിലോ വിദേശത്തോ പോയി ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരുമാണ്. ഒരാളും അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ കട്ടച്ചുവപ്പ്, ചെഗുവേര, ക്യൂബ, ഫിദൽ തുടങ്ങിയ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കാറില്ല. സത്യത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കമ്മ്യൂണിസ്റ്റായി അഭിനയിക്കുന്നതല്ലേ? സമ്മതിക്കണം. ഈ രീതിയിൽ പോകുന്നു ആ പോസ്റ്റ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ഒരു മുഖ്യമന്ത്രി ഭാര്യയെ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിച്ചിട്ട് ക്ഷേത്രത്തിന് പുറത്തു നിൽക്കുകയായിരുന്നു അത്രേ. ആരോ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അങ്ങ് നിരീശ്വരവാദിയാണ്, കമ്മ്യൂണിസ്റ്റാണ്, പിന്നെ എന്തിനാണ് ഭാര്യയും കൊണ്ട് ക്ഷേത്രത്തിൽ വന്നത്? കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ മറുപടി പറഞ്ഞു അത്രേ, അത് അവളുടെ വിശ്വാസം,
അവളുടെ ആചാരം. എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ പുറത്തു നിൽക്കുന്നു. അവർക്ക് വിശ്വാസമുണ്ട്, അവർ അകത്തുപോയി തൊഴുന്നു. വിശ്വാസം ഓരോരുത്തരുടെയും സ്വത്വമാണ്, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് അതാകരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.